ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനുവാണേ. ഇന്നത്തെ എൻ്റെ തമ്പനയിൽ കണ്ടു കാണുമല്ലോ. ഞാനൊരു ഓൺലൈൻ ഷോപ്പിനെയും കുറ്റപ്പെടുത്താനുള്ള ഒരു വീഡിയോ അല്ല, പ്രത്യേകിച്ച് കളർ ഫ്രണ്ട്സിനെ ഞാൻ കുറ്റപ്പെടുത്തത്തേ ഇല്ല. പക്ഷേ എനിക്ക് പറ്റിയ ഒരു അനുഭവം അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യണമല്ലോ. ഞാനാണെങ്കിൽ കളർ ഫ്രണ്ട്സിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടോപ്പ് ഞാൻ പർച്ചേസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ടോപ്പ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡാമേജും കാര്യങ്ങളും, അത് ഞാൻ കുറച്ച് നാളായി, മാസങ്ങളായി ഞാൻ വാങ്ങിയിട്ട്. പിന്നെ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ രണ്ടാമതൊരു ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 2 മാസം ആയില്ല. 2 മാസം ആയെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. 2 മാസത്തോളം ആയില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഒരു ടോപ്പായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ വീഡിയോ ഒരുപാട് അത് കണ്ട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ടോപ്പ് വാങ്ങിയത്. ഒരു ബ്ലൂ കളർ ടോപ്പായിരുന്നു. അപ്പം നമ്മൾ വീഡിയോയിൽ ഭയങ്കര ഡാർക്കാണെങ്കിലും എനിക്കത് കിട്ടിയപ്പോൾ അത്ര ഡാർക്ക് ഫീൽ ചെയ്തില്ല. ഞാനതൊരു വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സ്ലിറ്റഡ് അല്ലാത്ത ഒരു കുർത്തി, നല്ല XXL ആണെങ്കിലും XXL ഇടാൻ പറ്റും. ഞാൻ ആ വീഡിയോയിൽ എനിക്ക് അത്ര ആ ടോപ്പിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അതുപോലെ ഞാൻ ആ റിവ്യൂ ചെയ്ത ഒരാളാണ്. എന്നിട്ട് ഞാൻ ഈ ടോപ്പ് ഏകദേശം എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഇട്ട് നശിപ്പിക്കാതെ ഞാൻ കൊണ്ടുപോയത് ആ ടോപ്പ്. അതായത് ഒരു 2-3 അങ്ങനെ അറ്റം പോയാൽ ഒരു 4 വട്ടം ഞാൻ ആ ടോപ്പ് ഇട്ടിട്ടുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരുന്നു. അപ്പം ഞാൻ ആദ്യം വാഷ് ചെയ്ത് 3 വട്ടവും ഞാൻ വാഷ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തുണി കളർ പോകുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടൊന്ന് വിരിച്ചിടും. അപ്പോൾ എനിക്കിത് കളറ് പോയതായിട്ട് അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. വെള്ളത്തിൽ അങ്ങനെ കളറ് ടോപ്പിന് പോയതൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് ആ ടോപ്പ് കഴുകിയിട്ടപ്പം എനിക്ക് ആ ഒരു അതിനകത്ത് കൊടുത്തേക്കുന്ന ഫുൾ പ്രിൻറ്റും ഞാനത് ആ ടോപ്പ് ഇങ്ങനെ തിരിച്ചിട്ടപ്പം ആ ടോപ്പ് ഫുള്ള് അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഒരു മിനുക്കമുണ്ട് അതിനകത്ത്. ആ പ്രിൻറ്റ് നമ്മുടെ ടോപ്പ് ഫുള്ള് ആ മിനുക്കം ഇങ്ങനെ സ്പ്രെഡ് ആയേക്കുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അവർ ആ പ്രിൻ്റൊന്നും പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡാമേജാണ് എൻ്റെ ആ ഒരു ടോപ്പിന് തോന്നിയത്. ഞാൻ അശയെ തന്നെ ഇട്ടിട്ടുണ്ട് കഴുകി. അത് തന്നെ ഞാൻ കാണിച്ചു തരാം, നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ആ പ്രിൻറ്റ് ഫുള്ള് സ്പ്രെഡായി എല്ലായിടവും മിനുക്കം പോലെ ഇരിക്കും. അപ്പം ഞാൻ ചുമ്മാ ഒരു വിരൽ വെച്ചിട്ടൊന്ന് ഒരു പ്രിൻറ്റിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയപ്പം അത് ഫുള്ള് പോന്നു. അതായത് ആ പ്രിൻറ്റ് ഞാൻ 2-3 വട്ടവും കൂടെ കഴിയുമ്പം ആ ടോപ്പ് ഫുൾ പ്ലെയിൻ ടോപ്പായി പോകും. ഈ പ്രിൻറ്റ് ഫുള്ള് പോകും കേട്ടോ. എനിക്ക് ആ ഒരു ടോപ്പിനകത്ത് ആകെ ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം അതാണ്. പിന്നെന്ന് വെച്ചാൽ രണ്ടാമത് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴുകുമ്പം വെള്ളത്തിൽ അങ്ങനെ കളറ് പോയി കണ്ടിട്ടില്ല. പക്ഷേ ഈ ടോപ്പ് പെട്ടെന്ന് ഫെയ്ഡായി. ബ്ലൂ കളറ് പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ അശയിലിപ്പം ഞാൻ കാണിച്ചു തരാം. കഴുകി ഇട്ട് കഴിയുമ്പോൾ നല്ല കളറാണ്. കാരണം നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് ആ ഒരു പിഴിഞ്ഞ ഏതൊരു തുണിക്ക് അന്നേരം ആ കളർ അതുപോലെ നിൽക്കും. കഴിയുമ്പോൾ ഇതങ്ങ് നരച്ച്, അതായത് ആ ഒരു ബ്ലൂ കളറേ അല്ല, വേറൊരു കളറിൽ നരച്ച് അങ്ങ് പോയി കേട്ടോ. കളറേ ഇല്ല, തീരാകെ ഒരു ബ്ലൂ കളർ അതിനകത്ത് കാണുന്നതേ ഇല്ല, അതുപോലെ നരച്ച് പോയി കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ 480 രൂപയായിരുന്നു ആ ടോപ്പിന്. നമ്മളിപ്പോൾ ഒരു ടോപ്പ് അത്രയും ക്വാളിറ്റി പറയുന്ന ഒരു ടോപ്പ് വാങ്ങുമ്പോൾ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും നല്ലതുപോലെ നമ്മൾ ഒരുപാട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് സമയങ്ങളെ ഇടുന്നുണ്ടെങ്കിൽ നമുക്കതൊരു 6 മാസമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് 2 മാസം ആവുന്നേ ഉള്ളൂ. എൻ്റെ ആ ടോപ്പ് അത്യാവശ്യം നരച്ചും പോയി, അതിനകത്ത് പ്രിൻ്റ് എല്ലാം പോയി കേട്ടോ. കളർ ട്രെൻഡ്സിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുമല്ല കേട്ടോ. ഞാനിപ്പോൾ അവർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ കുറ്റം പറയുമല്ല. കാരണം ഞാൻ 2 ടോപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല റിവ്യൂ തന്നെ ഞാൻ ചെയ്ത് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് എനിക്ക് പറ്റിയ ഒരു പറ്റും കൂടെ. നമ്മൾ നല്ലത് മാത്രമല്ലല്ലോ പറയേണ്ടത്, നമുക്ക് അതിന് പോരായ്മകളുണ്ടെങ്കിലും നമ്മളത് സൂചിപ്പിക്കണമല്ലോ. അത് നമ്മുടെ ജെന്യുവിനായിട്ടുള്ള ഒരു റിപ്ലൈ നമ്മൾ കൊടുക്കണമല്ലോ. കാരണം ഒത്തിരി പേര് ഓൺലൈൻ വഴി അതിൻ്റെ ഭംഗി കണ്ടും കളറ് കണ്ടും റേറ്റ് കണ്ടുമൊക്കെ ഒരുപാട് പേര് പൈസ ഇല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വാങ്ങാൻ, ഇപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സാണല്ലോ ഫുള്ള്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചെറിയ കാര്യം, ഇതുപോലുള്ള ചെറിയ
കാര്യങ്ങളുള്ളത് ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാവേ. അതിനകത്ത് പോയിട്ടുള്ള ആ പ്രിൻറ്റും ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലൈവായിട്ട് ഞാനത് കാണിച്ചു തരാമെന്ന്. ഞാൻ ആ അശയിൽ കഴുകിയിട്ടേക്കുന്ന ആ ഒരു കളർ, കഴുകിയിടുമ്പോൾ നല്ല കളറാണ് കേട്ടോ. ഏതൊരു തുണിയും വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിടുമ്പോൾ നല്ല കളറാണ്. ഉണങ്ങി കഴിയുമ്പോഴേ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അശയിലിട്ട് കിടക്കുന്നതിനും നല്ല കളറാണ്. പ്രിൻറ്റ് പോയത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഉണങ്ങിക്കഴിയുമ്പം അതിൻ്റെ കളർ ഫെയ്ഡ് നല്ലപോലെ നരച്ച്, നമ്മൾ നരച്ച തുണി എന്നൊക്കെ പറയത്തില്ലോ, ആ ഒരു നരച്ചതുപോലെ തന്നെ ആ ടോപ്പ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. ആ പറ്റിയ ചെറിയ ആ ഒരു ചെറുതായിട്ടാണ് ഞാൻ പറയുന്നത്, വലുതായിട്ടല്ല, ചെറിയ ആ 2 ഡാമേജസ് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ അത്യാവശ്യം അത്രയും ഞാൻ റിവ്യൂ ചെയ്ത ഒരാളാണ് ആ ടോപ്പിനെ കുറിച്ച്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ടോപ്പായിരുന്നു. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ അത്രയും അതിൻ്റെ പ്രിൻ്റൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പിന്നെ അത് കൊള്ളില്ല, പിന്നെ നമുക്ക് വീട്ടിലിടാനേ കൊള്ളാവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് പുറത്തിട്ട് പോകാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാനൊരു ഓൺലൈൻ നമ്മുടെ കളർ സ്റ്റാൻഡ്സിനെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. നല്ല ടോപ്പുകൾ അവർക്കുണ്ട്. നല്ല എന്താ പറയുക, ഞാൻ ആദ്യം മേടിച്ച ടോപ്പൊക്കെ സൂപ്പർ ടോപ്പാണ്. അത് ഇന്നും ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അത് ഞാൻ ഈ 2 മാസം ഒന്നും, അത് എനിക്കൊന്ന് ഏകദേശം 4-5 മാസമായി കാണും. അതിനൊരു ഡാമേജ് സംഭവിച്ചിട്ടില്ല കേട്ടോ. അതിപ്പോഴും നല്ല ടോപ്പായിട്ട് തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. എന്തായാലും ഈ മെറ്റീരിയലിൻ്റെ ആണോ ആ മെറ്റീരിയലിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് പറ്റിയ ആ ഒരു 2 കാര്യങ്ങൾ, പ്രിൻ്റ് പോയതും കളർ ഫെയ്ഡായതും മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു അശയെ കിടക്കുന്ന തുണി നിങ്ങളെ കഴുകിയിട്ടത് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ അശയിൽ കഴുകിയിട്ടേക്കുവാണ് ഈ ടോപ്പ്. അപ്പം നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പം ഒരു ഒരു കയ്യിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിതൊന്ന് മുകളിലോട്ടൊന്ന് ഇട്ടോട്ടെ. ടോപ്പിൻ്റെ ഒരു സൈഡ് മണ്ടയ്ക്കോട്ട് അശയിലോട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് വെയിലാണെങ്കിൽ നല്ല കാണുമ്പോൾ മനസ്സിലാവുന്ന അറിയത്തില്ലെങ്കിലും ഞാൻ സൂം ചെയ്ത് നല്ലപോലെ കാണിച്ചോളാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതിനകത്ത് ഫുള്ള് മിനുക്കം കണ്ടോ. നമ്മുടെ ആ തുണി പോയടത്തെല്ലാം പ്രിൻ്റ് ഇളകി കണ്ടോ, നല്ലതുപോലെ മിനുക്കം പോയേക്കുന്നത് കണ്ടോ. നനഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്ന അറിയത്തില്ല. ഞാനിപ്പോൾ ഞാനൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് ഇത് കാണിച്ചു തരാം. എന്നിട്ട് സൈഡിലെല്ലാം മിനുക്കമാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. വെയിലായതുകൊണ്ട് അത്രയും മനസ്സിലാവത്തില്ല. വേണ്ട കണ്ടോ ഇതുപോലെ ഈ ഒരു പോയേക്കുന്നത് ഫുള്ളുണ്ട്. എൻ്റെ ഈ ഒരു ടോപ്പിൽ ഫുള്ളുണ്ട്, ബോഡി ഫുള്ളുണ്ട് ആ മിനുക്കം. എല്ലാം നേടെ പോകുന്നുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അത് ഫുള്ള് ഉണ്ട്. ഞാൻ വെയിലായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കണ്ട ടോപ്പിലെല്ലാം പോയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡാമേജ്. പിന്നെ തുണി ഉണങ്ങിക്കഴിയുമ്പം ഈ കളർ മാറി നരച്ച കളറും ആകും കേട്ടോ. ഇതാണ് ഞാൻ ഈ ടോപ്പിന് പറയുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓരോ വീഡിയോസ് കണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മുടെ പൈസ കൊടുത്ത് ഓൺലൈനിൽ നിന്ന് ടോപ്പുകളൊക്കെ വാങ്ങുക. നല്ല ടോപ്പുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയാൻ പറ്റും നിങ്ങൾക്ക്, അങ്ങനെ വാങ്ങുക. ഇതുപോലുള്ള അബദ്ധം പറ്റാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ ആ അശയിൽ വിരിച്ചിട്ട തുണി കഴുകിയിട്ട് ആ ഒരു അതേ രീതി തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഞാനൊരു പ്രിൻറ്റ് ഇങ്ങനെ ഇളക്കിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്നുള്ളത്. അപ്പോൾ എന്താ പറയണ്ടേ, ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന റിവ്യൂ നല്ലതുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഞാൻ ചെയ്യാം. നമ്മളത് പറയുന്നതിന് ആരെയും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സംഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.